തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അതിശക്തമായിട്ടുള്ള ഒരു നിയമസഭാ മത്സരത്തിൻ്റെ പ്രതീതിയാണ് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊക്കെ തന്നെ, തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മത്സരമാണ്. പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ പോലും ചിലയിടങ്ങളിൽ എത്തുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനുമാണ്. കാരണം ഇത് രണ്ടുമാണ് BJP ഉന്നം വച്ചിരിക്കുന്നത്. BJP വളരെ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിത വർധനവല്ല, ഇനി വിജയം മാത്രമാണ്. ഇനി അത് കോർപ്പറേഷനോ പഞ്ചായത്തിലോ ആയാലും നിയമസഭയിലേക്ക് കടക്കുമ്പോഴും ഇത് തന്നെയായിരിക്കും. വോട്ട് വിഹിത വർധനവ് എന്നുള്ള ആ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ അധികാരത്തിലേക്ക് ഏറുകയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏത് തരത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം പിടിച്ചു നിർത്തണം എങ്ങനെയെങ്കിലും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പിണറായി വിജയൻ്റെ തുടർഭരണത്തിനുള്ള ഒരു ശുഭസൂചന കൂടിയായിട്ടാണ് അവർ കാണുന്നത്. മറിച്ച് NDA ഇവിടെ കാണുന്നത്, ഇവിടെ കയ്യെത്തുന്ന ദൂരത്തിൽ നിൽക്കുന്ന കോർപ്പറേഷൻ ഇക്കുറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായി ഇനിയും BJPയെ താഴേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ബാധിക്കും. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 11 ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും തമ്മിൽ വലിയ അന്തരവുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ആക്കം കൂട്ടാൻ കഴിയും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ കണക്ക് കൂട്ടുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ്. അതായത് ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ LDFും UDFും കൂടി അതിനകത്ത് ഒരു കളി കളിച്ചു. അതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. വെറും 15,000 വോട്ടിന് മാത്രമാണ് ശശി തരൂരിനോട് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അവസാന നിമിഷത്തിൽ ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. തിരുവനന്തപുരത്ത് ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് രാജീവ് ചന്ദ്രശേഖറിനെ കേൾക്കുന്നതും കാണുന്നതും അപ്പോൾ മാത്രമാണ്. ഒരു മുൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിരുന്നു, പക്ഷെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ലല്ലോ. അതിനും 1 മാസം മുൻപേ എത്തിയിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയം കണ്ടേനെ എന്നുള്ളത് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവിയാണ് സംഭവിച്ചതെങ്കിൽ പോലും ഇവിടെ ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വലിയ മുന്നേറ്റം കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കേരളം എമ്പാടും അദ്ദേഹം ഓടി നടക്കുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയേണ്ടി വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കും എന്നുള്ളത്. നേമം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു വാശിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ തീർച്ചപ്പെടുത്തിയത്. അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചത് പാർട്ടിയിൽ ഒരു അതൃപ്തി, ചോദ്യം ചെയ്യൽ ഉണ്ടായില്ലേ എന്ന ചോദ്യം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് വീണ്ടും ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം വിശദീകരണം കൊടുത്തു. കാരണം ഇതിനകത്തൊരു ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമില്ല, നേമത്ത് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണത് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. നേമത്തുള്ള ഏതാണ്ട് മിക്ക വാർഡുകളിലും BJPയാണ് മുന്നേറ്റം കുറിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കണ്ടിട്ടുള്ളതാണ്.
നേമത്ത് നിരവധി RSS ശാഖകൾ തന്നെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ സംഘടിതമായ പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും പിടിച്ചെടുക്കണം. കാരണം LDFനും UDFനും അവിടെ തുല്യശക്തികളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മേയർ മനസ്സുകൊണ്ട് സുരേഷ് ഗോപിക്കും BJPക്കും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കൂടാതെ സുരേഷ് ഗോപിയുടെ MP ഫണ്ട് ഉപയോഗിച്ചിട്ട് തൃശ്ശൂർ നഗരത്തിന് തന്നെ വലിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ഒരു വികസനമാണ് അവിടെ പ്രധാനമായിട്ടും നിൽക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലെ മേയർ തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ഏതാണ്ട് അനൗദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ BJP വളരെ ആസൂത്രിതമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളൊക്കെ തന്നെ സമാഹരിക്കുന്നതിൽ BJP വളരെയധികം യത്നിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഹിന്ദു വോട്ടുകൾ ഏതാണ്ടൊക്കെ നല്ല രീതിയിൽ അത് ഇടതുപക്ഷത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ ക്രൈസ്തവ പക്ഷത്തെ ചേർത്ത് നിർത്തുകയാണ് കഴിഞ്ഞ ഈ ക്രിസ്മസ് കാലം മുതൽ തന്നെ നമ്മൾ കണ്ടത്. അത് ഈ ക്രിസ്മസ് കാലത്തും ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഈ തദ്ദേശം കഴിഞ്ഞാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ചുവരെഴുത്തുകൾ ഉടനെ തന്നെ മായിച്ചിട്ട് അടുത്ത ചുവരെഴുത്തിലേക്ക് കടക്കേണ്ട സമയമേ ഇനിയുള്ളൂ. പുതിയ കൊടിതോരണങ്ങളും ഒക്കെ ഉയർന്നു പുതിയ പേരുകളുമായിട്ട് എല്ലാ മുന്നണികളും രംഗത്തേക്ക് വരാനായിട്ടുള്ള സമയമാണ് ഇനിയും ഉള്ളത്. അപ്പോൾ 3 മാസം കൊണ്ട് കൃത്യമായിട്ട് കേരളത്തിന്റെ ഭരണം ഏത് തരത്തിലേക്ക് പോകും, ആര് പിടിച്ചെടുക്കും എന്നുള്ള വീറും വാശിയുമേറിയ ഒരു മത്സരത്തിന് കളമൊരുങ്ങും. അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് മാത്രമല്ല, ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 13-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന അവസരത്തിൽ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ആര് നേടി എന്നുള്ളതാണ് ആദ്യം അറിയാനായിട്ട് പലരും കാത്തിരിക്കാൻ പോകുന്നത്. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരവും തൃശ്ശൂരുമായിരുന്നു ആദ്യം അറിയാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷേ തിരുവനന്തപുരത്തിനേക്കാൾ മുന്നേ തന്നെ തൃശ്ശൂർ BJPയുടെ കൈകളിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം പലപ്പോഴും കൈയെത്തുന്ന ദൂരത്ത് നിൽക്കുകയും അത് തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിക്കുറി മാറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാകും എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിലും, അതായത് 2015-ലും 2020-ലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് ഇത്തവണ കൂടുതൽ ശുഭപ്രതീക്ഷയിലേക്ക് മാറുകയാണ്. ഇത്തവണ വോട്ട് വിഹിത വർധനവല്ല, അവിടെ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരം അധികാരത്തിലേക്ക് വന്നാൽ 45 ദിവസത്തിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും തിരുവനന്തപുരത്തിന്റെ വികസന പദ്ധതികൾ എന്ന്. ആ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നിൽ കാണുന്നത് എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പണ്ടേ നരേന്ദ്രമോദി അമിത്ഷായും പറയാറുണ്ട്, കേരളമാണ് ഇനി പിടിച്ചെടുക്കേണ്ടത്. കേരളവും തമിഴ്നാടും BJPക്ക് വളരെ ദൂരമാണ് നിന്നിരിക്കുന്നത്. ആ ദൂരം ഇനി കുറയുകയാണോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.